ിലേക്ക് എത്തായപ്പോൾ നടൻ ഷമ്മി തിലകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷമ്മി തിലകൻ, എങ്ങനെ നോക്കിക്കാണുന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദിഖിന്റെ ഈ രാജിപ്രഖ്യാപനത്തെ? അനിവാര്യമായ പതനം, അത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ ശരിയായ തീരുമാനം ഈ ഘട്ടത്തിൽ എടുത്തു എന്ന് കരുതണം അല്ലേ? അത് തീർച്ചയായിട്ടും ഒരു ധാർമ്മികത ആ ഒരു കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് സന്തോഷമുള്ളത്. അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമൊക്കെ താങ്കൾ അടക്കം പ്രതികരിച്ചതാണ്. ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ ആവർത്തിക്കുന്ന നിലപാട്, അത്തരത്തിൽ ലാഘവത്തോടെ ഈ വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന പ്രതിനിധികളെ തന്നെയാണ് നമ്മൾ കണ്ടത്. സിദ്ദിഖ് അടക്കം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ സഹിഷ്ണുതയോടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ സൗമ്യനായി മറുപടി പറഞ്ഞെങ്കിലും ആ നിലപാടൊക്കെ ഏത് തരത്തിലാണ് വന്നത് എന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ? ആ പത്രസമ്മേളനത്തെ, വാർത്താ സമ്മേളനത്തെയൊക്കെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ആ നിലപാടിനെയൊക്കെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അത് എന്താണ് വർക്കൗട്ട് അങ്ങനെയല്ലേ സാർ പറയാൻ പറ്റുള്ളൂ, മാഡം പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കണ്ടേ? അല്ല, നമുക്കറിയാലോ ഒരു MLA അതിനെ കുറിച്ച് പറഞ്ഞതും ഇതേപോലെ തന്നെയല്ലേ? അതിനേക്കാളും വളരെ സിമ്പിളായിട്ടല്ലേ അങ്ങനെ പവർ ഗ്രൂപ്പ് ഒന്നും ഇല്ലടേ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. നമുക്കറിയാലോ ആരൊക്കെയാണ് പവർ ഗ്രൂപ്പ് എന്നുള്ളത് വ്യക്തമായിട്ട് പല ജഡ്ജ്മെന്റുകളിലും മറ്റിടത്തൊക്കെ വന്നിട്ടുള്ളതാണ്. പവർ ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെ പറയാനായിട്ട് പറ്റില്ല. അതെ, താങ്കൾക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടി അറിവുണ്ടാകും, അതിന്റെ പിന്നാമ്പുറത്ത് ആരൊക്കെയാണ് എന്നുള്ളതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള വ്യക്തി കൂടിയാണ് താങ്കൾ. ഇനിയും കൂടുതൽ പേരുകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുകൂടി താങ്കൾ കരുതുന്നില്ലേ? ഞാൻ കരുതിയിട്ട് കാര്യമില്ല സാറേ. ഞാനിത് മാഡം അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനടക്കം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ആളുകളുടെ പേരുകളടക്കം എടുത്ത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് അന്നത്തെ ബഹുമാനനായ പ്രസിഡന്റ് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടു, ഷമ്മി എന്താണ് ചെയ്യേണ്ടത്, എനിക്കതിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, ഈ സംഘടന നടത്തുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് അതിനൊരു സുതാര്യമായിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകണം, എന്താണ് ചെയ്യേണ്ടത്. 2018 എന്നോട് ആവശ്യപ്പെട്ടതാണ്. ആ ആവശ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ ഞാൻ രേഖകളും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചിട്ട് ഞാനൊരു 12 പേജുള്ള റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അന്ന് തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നേതൃ പദവിയിലിരിക്കുന്ന പല ആളുകളും രാജിവെക്കേണ്ട സാഹചര്യം അതിനകത്തുണ്ട്. കാര്യം ഫണ്ട് തിരിമറി, അങ്ങനെയുള്ള പല 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 കാര്യങ്ങളും ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് തന്നെ പിന്നീട് CBI വരെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും ആ കാലത്തിൽ നിന്നൊക്കെ ഒരുപാട് പുരോഗമനം ഉണ്ടായി എന്നുള്ളതിൽ ആശ്വസിക്കാം അല്ലേ? അതിൽ WCCയുടെ പങ്കുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. WCCയുടെ പങ്ക് തീർച്ചയായിട്ടും അതല്ലേ, ഈ WCCയുടെ പങ്ക് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ വിഷയമായിട്ട് വന്നത്. കാര്യം അതുപോലെ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പിൽ ആ ഇടയ്ക്ക് അതിനകത്ത് ഒരു അംഗത്തിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രമേ ഇതിനകത്ത് അംഗമാക്കുള്ളൂ എന്ന് ഞാനിങ്ങനെ അവരോടൊരു ഒരു പരിഭവം ഞാൻ അവരോട് പറയുകയും ചെയ്യുന്നു. അപ്പൊ അവർ ചിരിക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ അംഗമായേനെ അതിനകത്ത്. ഒരു W എന്നുള്ളൊരു വാക്കില്ലായിരുന്നെങ്കിൽ. തീർച്ചയായും താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ശ്രീ ഷമ്മി തിലകൻ, ഇതിപ്പോൾ കുറച്ച് പെൺകുട്ടികളെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നടിമാരെങ്കിലും സധൈര്യം മുന്നോട്ട് വന്നത് അത് നമുക്ക് ആശാവഹമാണ് എങ്കിൽ പോലും കൂടുതൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഈ ഭയപ്പെട്ട് പിന്മാറുമോ? മാഡം, അങ്ങനെ ഒരു ഭയപ്പാട് തീർച്ചയായിട്ടും അംഗങ്ങൾ ഈ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ 506ഓളം മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. 500 മേലെ അംഗങ്ങളുണ്ട് അവിടെ. ഈ 500 മേലെയുള്ള അംഗങ്ങളിൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ആ നേതൃപദവിയിൽ ഇരിക്കുന്ന ആളുകളെ മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് പ്രശ്നം. അവരെല്ലാവരും ഭയപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാര്യം അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. എന്നെ പുറത്താക്കിയതിനു ശേഷം അതിന് മുമ്പും 2018 ഞാൻ ഈ വിഷയം ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം അമ്മ ഈ സംഘടനയിലുള്ള എന്റെ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള, അതായത് ഞാൻ സിനിമയിൽ വന്ന കാലം മുതലും അതിന് മുമ്പ് മുതലേ പരിചയമുള്ള എന്റെ അച്ഛൻ സിനിമ, ഞാൻ അച്ഛന്റെ കൂടെയൊക്കെ അന്ന് മുതലേ പരിചയമുള്ള എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ കല്യാണത്തിന് പോലും, അവരുടെ മക്കളുടെ കല്യാണത്തിന് പോലും എന്നെ വിളിക്കാത്തൊരവസ്ഥ. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ സംഘടനയിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ സംഘടനയിൽ നിന്നാണ് എല്ലാവർക്കും കത്തയക്കുന്നത് കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇതെല്ലാം അവരാണ്
തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അഡ്രസ്സ് കൊടുക്കുന്ന ആ അഡ്രസ്സ് എന്റെ വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ. എന്നാലും എന്നെ അത് മറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മറക്കുന്ന ആൾക്കാരല്ല, മറ്റു ചില കല്യാണങ്ങൾ പോട്ടെ, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളെ എന്റെ മകളെ പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അവര് ഞാനൊരു സ്ത്രീ പീഡകനൊന്നും ആയിട്ട് ആരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് എന്നെ അങ്ങനത്തെ പുറത്താക്കിയെന്ന് ജനങ്ങൾ പറയുന്നുമുണ്ട്. അങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഇനി വെച്ചാൽ അങ്ങനെ വല്ലതും ആയതുകൊണ്ടാണോ എന്നെ പുറത്താക്കുക? ആ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ ആ കല്യാണത്തിനൊന്നും എന്നെ വിളിക്കാഞ്ഞത്? ഈ ക്വാളിറ്റി നന്നായിട്ടുള്ള ആൾക്കാരൊക്കെ കല്യാണത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും ഷമി തിലകൻ, ഒരു കാര്യം കൂടി, അതായത് നടൻ തിലകൻ പറഞ്ഞ പല കാര്യങ്ങളും, അദ്ദേഹം അനുഭവിച്ച പല കാര്യങ്ങളും വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പവർ ഗ്രൂപ്പ് ഒന്നുമില്ല, ആരുടെയും അവസരം അങ്ങനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, ആർക്കെതിരെയും അങ്ങനെ ഒരു വിലക്കൊന്നും ഏർപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായുള്ള പ്രതികരണം. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ശ്വേത മേനോൻ പറഞ്ഞത്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അത് താനും ആ വിലക്ക് നേരിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രയോ കാലം മുമ്പ് നടൻ തിലകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പുതുതലമുറയിൽ ഉള്ള ആളുകൾ പോലും അത് ശരിവെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടുതൽ ബലപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ കൂടി. ശ്രീമതി ശ്വേത മേനോൻ പറഞ്ഞതിനോട് എനിക്ക് ഒരു ഇരട്ടത്താപ്പായിട്ട് എനിക്കത് പറയാൻ പറ്റുള്ളൂ. കാര്യം ഈ 2018 ഞങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അച്ഛന്റെ കാര്യത്തിൽ ആദ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ വ്യക്തി ശ്രീമതി ശ്വേത മേനോനാണ്. അതായത് തിലകൻ ചേട്ടനോട് നമ്മൾ ചെയ്തത് ശരിയായില്ല, നമ്മൾ അതിനൊരു അതിനൊരു പരിഹാരം കാണണം, അതിനൊരു മാപ്പ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അതിനു വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കണം എന്നൊക്കെ അവിടെ നിർദ്ദേശം വെച്ച ആദ്യ വ്യക്തി ശ്വേത മേനോനാണ്. തിലകൻ അങ്കിളിനോടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ആ വിഷയത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് അത് ചെയ്യാത്തതിനെതിരെ ഞാൻ ഒരു ഭയങ്കര ഒരു സമരം പോലെ സംഘടനയ്ക്കുള്ളിൽ ഞാൻ അകത്തു നിന്നുണ്ട്, ഞാൻ പുറത്തത് ആരെയും കാണിച്ചിട്ടില്ല. അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ജനറൽ ബോഡിയിൽ വെച്ചിട്ട് ഞാൻ സംഘടനയുടെ അഭിഭാഷകനുമായിട്ട് അതിന്റെ നിയമപരമായ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തു. ആ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത സമയത്ത് ഈ പറയുന്ന ശ്രീമതി ശ്വേത മേനോൻ തന്നെയാണ് അതിനാദ്യം ഷമ്മി തിലകൻ മറ്റേ സ്ത്രീകളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ, അതുപോലെ മിസ്റ്റർ ദേവനും, ഇവർ രണ്ടുപേരും അച്ഛന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരായിരുന്നു. അവർ രണ്ടുപേരും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇരട്ടത്താപ്പല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് അതിനോട് ആ മാഡത്തിന്റെ ആ ഒരു പറച്ചില്, ശ്രീമതി ശ്വേത മേനോന്റെ ആ പറച്ചില് ഇരട്ടത്താപ്പായിട്ട് എനിക്കിത് പറയാൻ പറ്റുള്ളൂ. എന്താണ് അവരങ്ങനെ പറയാനായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട് താങ്കൾ പറഞ്ഞ കാര്യം. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ പുതുതലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ പുതുതായി നമ്മുടെ സിനിമാ മേഖലയിലേക്ക് സംവിധായകരായും പ്രൊഡ്യൂസേഴ്സായും അഭിനേതാക്കളായിട്ടും ഒക്കെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവർ മികച്ച രീതിയിൽ പ്രേക്ഷകരെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല മികച്ച സിനിമകൾ സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കും ഈ പവർ ഗ്രൂപ്പ് അതൊരു പേടി സ്വപ്നമാണ് എന്ന് കരുതുന്നുണ്ടോ? ഈ പവർ ഗ്രൂപ്പ് ഇപ്പോഴും പ്രബലമാണ് എന്ന് കരുതുന്നുണ്ടോ? ഈ അമ്മേ സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇപ്പോഴും അവർ തുടരുന്നുണ്ട് എന്നാണോ പറയുന്നത്? തെളിഞ്ഞുകൊണ്ടാണല്ലോ ഓരോരുത്തരായിട്ട് രാജിവെച്ച് പോകുന്നത്. അതെ, അല്ല നമ്മളതിനെ കുറിച്ച് എന്താണ് ഞാനിപ്പോ ആ സംഘടനയിലില്ല, ഞാൻ പുറത്തു നിൽക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു ആഭ്യന്തര കാര്യത്തെ കുറിച്ച് ഞാൻ എന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ എനിക്കത് അതെനിക്ക് നോണേ പറയാൻ പറ്റും. ശരി, വ്യക്തമാണ്. ശ്രീ ഷമ്മി തിലകൻ, അവസാനമായ ഒരു കാര്യം കൂടി, ഇത് സംവിധായകൻ രഞ്ജിത്തിന് കൂടി മാതൃകയാക്കാവുന്ന ഒരു നടപടിയാണ് എന്ന് കരുതുന്നുണ്ടോ? അതിനെ സംബന്ധിച്ചത് എനിക്ക് പറയാനുള്ളത്, ഉപ്പ് നിന്നും വെള്ളം കുടിക്കുന്നേ പറയാനുള്ളത്. അപ്പൊ ആരായാലും രഞ്ജിത്തല്ല ഇനി ദേവേന്ദ്രനാണെങ്കിൽ അത് തന്നെ ഉള്ളൂ. അതിനെക്കുറിച്ച് അതിനപ്പുറം എനിക്കൊരു മറുപടി പറയാനില്ല. വളരെ നന്ദി ശ്രീ ഷമ്മി തിലകൻ, ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. നവമി ദിനേശ്